2 മുട്ടയും ഒരു ഉരുളൻകിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെറും 10 മിനിറ്റിൽ തന്നെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കിടിലൻ എഗ് റോൾ തയ്യാറാക്കാം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ് അതും പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ബ്രെഡ് വേണം. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും അല്പം മല്ലിയിലയും വേണം. ഈ ബ്രെഡിനെ നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതുപോലെ കോട്ട് ചെയ്യാനും വേണം. ഇതിൽ ചേർക്കുന്നതിന് വേണ്ടിയും കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിന് വേണ്ടി ഈ ബ്രെഡ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലൊരു വിസ്കോ സ്പൂണോ വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. പെട്ടെന്ന് ഇതുപോലെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഉരുളൻകിഴങ്ങ് ഉടച്ചതിലേക്ക് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ആ 2 മുട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇതിലേക്ക്. ഈ 2 മുട്ടയും ഒരു ഉരുളൻകിഴങ്ങും വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള സ്നാക്സാണ്. ഇത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാകും. അത്രയും രുചികരമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാനോ കുറഞ്ഞ സമയം മതി. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കുകയും ചെയ്യാം. വൈകുന്നേരങ്ങളിൽ ചായക്കടിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ സവാളയാണ്. ഇനി പച്ചമുളകും ഒരു 3 പച്ചമുളകും കുറച്ച് മല്ലിയിലയും അതും ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഇത് മാത്രം മതി, കുരുമുളക് പൊടിയും പച്ചമുളകും. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് വെറൈറ്റി ആയിട്ട് നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ സ്നാക്സുകൾ തയ്യാറാക്കി കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ നിന്ന് കുറച്ച്, എല്ലാം ചേർക്കണ്ട, കുറച്ച് നമുക്കിത് കോട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഈ രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. ഇത് നമുക്ക് റോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് ക്രംസ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കുഴച്ച് വെച്ചേക്കുന്ന മിക്സ് നമുക്ക് കയ്യിലെടുത്ത് ഇതുപോലെ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കണം. കയ്യിൽ ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്ക് റോൾ ഷേപ്പിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. റോൾ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത്ര ജോലിയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് എഗ് റോള് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ടൊമാറ്റോ സോസിനോടൊപ്പമൊക്കെ ചേർത്ത് മക്കൾക്ക് കഴിക്കാൻ വളരെ രുചികരമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്ര ജോലിയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ടുള്ള ഈ സ്നാക്സ് ഒന്ന് വീട്ടിലെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. 2 മുട്ടയും ഒരു ഉരുളൻകിഴങ്ങും മാത്രം മതി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് വളരെ ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയാണ്. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സാണ്. കഴിക്കാനും വളരെ രുചികരമാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം.